ഹായ് ഗൈസ്, നമ്മളങ്ങനെ എന്താണ് കന്യാകുമാരിയിലോട്ട് പോവുകയാണ്. നേരത്തെ പറയാനൊക്കെ പറഞ്ഞുപോയി. വണ്ടിയിൽ ഒരു ഡാൻസൊക്കെ കളിച്ച് നമ്മൾ വിവേകാനന്ദപ്പാറ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വെളുപ്പിനെയാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ടൈമിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ വിവേകാനന്ദപ്പാറയിലേക്ക് പോകുന്ന ഒരു സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ നല്ല ഭംഗിയാണ് ഗൈസ്. കുറേ അമ്പലം പോലെയൊക്കെ ഉള്ള സ്ഥലവും പുല്ലും ചെടികളും എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ സ്റ്റെപ്പുകളും, പിന്നെ നമുക്ക് ചെരുപ്പ് അവിടെ ഊരി കൊടുക്കണമെന്നവർ പറഞ്ഞു. അവരൊരു ട്രേക്കകത്തിട്ട് വെക്കും ഗൈസ്. കണ്ടോ, ഓരോ നമ്പേഴ്സായിട്ട്. നമ്മുടെ നമ്പർ 4 ആണേ, എൻ്റെ ചെരുപ്പിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പുകൾ ഓരോന്നായി കയറി പോവുകയാണ് ഗൈസ്. താഴത്ത് ക്യൂ ആണ് തിരിച്ച് പോകുന്നതിൻ്റെ. ഇതുണ്ടോ, എന്ത് നല്ല വ്യൂ ആ. കടലിൻ്റെ ഒരു നടുഭാഗത്തായിട്ടാണ് നമ്മൾ. ഇവിടെ നിന്ന് താഴത്തേക്ക് നോക്കിയാൽ നമുക്ക് 3 കളറിലുള്ള വെള്ളം കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ പതുക്കെ കയറി നമ്മൾ ആ നേരത്തെ അമ്പലം പോലത്തെ ഇതിൽ വന്നിട്ടുണ്ട്. ഇത് മേളിലാണ്, ഇതിലൂടെ കയറാനുണ്ട്. നല്ല ഭംഗിയാണ് ഗൈസ്. ചേച്ചി അവിടെ ഹായ് ഒക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഈ വെള്ളം വരെ കൂടെ പോകണമെന്നാണ് അവർ പറയുന്നത്, അനിയനും. പിന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പച്ചി എല്ലാവരും പോകണമെന്നുണ്ട്. ഓക്കെ, ഇത് കണ്ടോ, ഫോട്ടോഗ്രാഫി സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. എന്നാലും നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ആരും കാണുന്നില്ലെന്ന് തോന്നുന്നു. സാരമില്ല, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫിയൊക്കെ സ്റ്റോപ്പ് ചെയ്യും ഗൈസ്. കാരണം സ്ട്രിക്റ്റാണ് ഇവിടെ. പിന്നെ സാരമില്ലാത്തതുകൊണ്ട് ഇല്ല. പ്രതിഷ്ഠയൊന്നും ഇല്ലേ? അടിയിലുണ്ടല്ലേ. അടിയിൽ തിരുവള്ളൂരിൻ്റെ കാലാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ അവിടെ കയറി തൊഴുതു. പിന്നെ നമ്മൾ കയറിയ സ്ഥലമാണ് അതിൻ്റെ സൈഡിൽ കാണുന്ന ഒരു പള്ളിയുണ്ട് അടുത്ത്. നമ്മൾ ഇവിടെ നേരെ ഈ കോവിലിനകത്തോട്ടാണ് കയറുന്നത്. കണ്ടോ, നല്ല ഭംഗിയാണ് ഗൈസ്. ഇനി നമുക്ക് അവിടെ നിന്ന് കയറണം. കുറേ സ്റ്റെപ്പുകളുണ്ട് ഗൈസ്. ഇത് കണ്ടോ, തൂണുകളിലൊക്കെ നിറച്ച് ഡിസൈൻസാണ്. താഴെ നല്ല ഡിസൈൻസ് ഉണ്ട്. പിന്നെ കല്ലുകളിൽ കൊത്തിവെച്ച സിംഹമുണ്ട്. ദേവസ്ഥനെ അതിൻ്റെ മേളിൽ കയറിയിപ്പുണ്ട്. കണ്ടോ, കസിൻ അനിയത്തിയാണത്. ഇതുണ്ടോ, ആനയുണ്ട്. ആനയുടെ പുറത്ത് പടം വരച്ച് വെച്ചേക്കുന്നവർ. അങ്ങനെ നമ്മൾ പതുക്കെ നേരത്തെ കണ്ട അതിലോട്ട് കയറുവാണ്. കണ്ടോ, വിവേകാനന്ദപ്പാറ കണ്ടോ. ഈ ഗ്ലാസ് ബ്രിഡ്ജ് കടന്ന് വേണം നമ്മൾ വിവേകാനന്ദപ്പാറയിലോട്ട് പോകണം. അപ്പച്ചി ഹായ് കാണിക്കുന്നു. അപ്പച്ചൻ, ചേച്ചി. ഇതാണ് നമ്മുടെ മെഡിറ്റേഷൻ റൂമേ. ഇതിവിടെ നിറച്ച ലൈബ്രറികളാണ്. കുറേ ലൈബ്രറികളുണ്ട്, പല ടൈപ്പ് ബുക്കുകൾ ഉണ്ടാ. പിന്നെന്താ, ഇനി നമ്മൾ വിവേകാനന്ദപ്പാറയിലോട്ടാണ് പോകുന്നത്. അകത്ത് വീഡിയോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആയതുകൊണ്ടാണ് നമ്മൾ എടുക്കാഞ്ഞത് ആ കോവിലിനകത്തെ. ഇപ്പോൾ നമ്മളിവിടെ ഇത്രയും റെസ്റ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ പോകത്തുള്ളൂ. ഇവിടെ റെസ്റ്റ് പ്ലേസ് ആണ്. കണ്ടോ, കുറേ ആൾക്കാർ അവിടെ ഇരിക്കണം കാണാം. പിന്നെ കണ്ടോ, നമ്മുടെ ഈ കോവിലിനൊരു ഇത് കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഡേഞ്ചർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് വിവേകാനന്ദപ്പാറ. നമ്മളപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. റെസ്റ്റൊന്നും ചെയ്തില്ല. നമ്മൾ ഇത്രയും ഓടിപ്പിടുത്തമൊക്കെ കളിച്ചതിന് ശേഷമാണ് പോകുന്നത്. ഇതാ നല്ല ചൂട് ഇതാണ്, കല്ലുകളാണ്. ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് അടിപൊളിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്ക് എന്തായാലും കയറി നോക്കാം. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ഇത് ഗ്ലാസ്സിലെ ടൈലല്ലേ? ഗൈസ്, ടൈല് കഴിഞ്ഞിട്ടാണ് ഗ്ലാസ്. കണ്ടോ, നല്ല ഭംഗിയാണ് ഗൈസ്. താഴത്തോട്ട് നോക്കാൻ തന്നെ രസമാണ്. ഇടയ്ക്ക് നമുക്ക് ചെറിയ പേടിയൊക്കെ തോന്നും, എന്നാലും നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മൾ നടന്ന് വിവേകാനന്ദപ്പാറയിലേക്ക് പോകുകയാണ്.
താഴത്ത് നല്ല ആഴമുണ്ട് ഗൈസ്. നല്ല ആഴത്തിലാണ് പൊക്കത്ത് നോക്കുന്നുണ്ട്. കണ്ടോ, ഗ്ലാസ് ബ്രിഡ്ജ് ഗ്രീൻ കളറിലാണ്, പക്ഷേ നമ്മൾ ഫോണിൽ കൂടെ കാണിക്കുമ്പോൾ കറക്റ്റ് മറ്റേ കളറിൽ കാണാൻ കഴിയും. കറക്റ്റ് ട്രാൻസ്പെറൻറ്റ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ LED കമ്പികളുണ്ട്. രാത്രി ആകുമ്പോൾ നല്ല ഭംഗിയാണെന്നാണ് ഇവർ പറയണേ. രാത്രി പക്ഷെ നമുക്ക് വരാൻ നടക്കത്തില്ല. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് ഇടയ്ക്ക് ഇവരുണ്ടാക്കി വെച്ചേക്കണം. ഒരു വള്ളത്തേൽ കുറേ ആൾക്കാർ ഇങ്ങനെ ഉന്തുന്നത് കണ്ടോ. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണാം. രാത്രി നല്ല വൈബാണെന്നാണ് പറയണത് ഗൈസ്. അത്രയ്ക്ക് ഭംഗിയാണ് രാത്രിയിൽ. ഇവിടെ ലൈറ്റ്സും DJ ഒക്കെ സെറ്റ് ചെയ്ത്, DJ ഒന്നുമില്ല, ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കാണാം ആണ് പറയണത്. പക്ഷെ നമുക്ക് രാത്രി വരാനുള്ളത് നടക്കത്തില്ല. ഇതേ നമ്മളങ്ങനെ നടന്ന് ഒരു വഴിയായി ഗൈസ്. ഇതിലൂടെ നടക്കാനുള്ളത് ഗൈസ്. നടക്കൂ ഗൈസ്. നമ്മൾ ഫോൺ വെച്ചത് അടിയിൽ നിറച്ച് കല്ലുകളാണ് ഗൈസ്. ഇപ്പോൾ സൈഡിൽ കല്ലൊക്കെ വരാൻ തുടങ്ങി. കണ്ടോ, കല്ലിൻ്റെ ഇടയ്ക്ക് മറ്റേ തിരമാല. ഇവിടെ നന്നായിട്ട് തിരമാല അടിക്കുന്ന സമയത്ത് ഈ കല്ലിൽ തെറിച്ച് നല്ല ഭംഗിയാണ് കാണാൻ. അത്യാവശ്യം ചെറിയ തിരക്കൊക്കെ ഉണ്ട്. പിന്നെ വേറെന്താ പറയുക, നടക്കുക അത്ര തന്നെ. അങ്ങനെ നമ്മൾ ഒരുവിധം എത്താറായി ഗൈസ്. നടക്കും നല്ല സുഖമാണ് ഗൈസ്. ഇത് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയപ്പോൾ തണുപ്പ് വരാൻ തുടങ്ങി. മറ്റേടത്ത് ഭയങ്കര ചൂടായിരുന്നു. ഇത് എൻ്റെ കാല് വെച്ച് തൊട്ട് നോക്കുന്നു. അറ്റ് ലാസ്റ്റ് എത്താറായെന്ന് തോന്നുന്നു. എത്തി നമ്മൾ. കണ്ടോ, നല്ല പതച്ച വെള്ളം. അയ്യോ, എത്തിയില്ല നമ്മൾ. അങ്ങനെ നമ്മൾ വിവേകാനന്ദ പാറ കാണാം. നല്ല ഭംഗിയാണ് ഗൈസ്. നോക്കാം, അതിൻ്റെ മേളിലോട്ട് കയറുവാണ് നമ്മൾ. അങ്ങനെ നമ്മൾ കയറി ഇനിയും കുറേ കയറാനുണ്ട്. ചെറിയ ക്യാമറ പ്രോബ്ലമാണ് ഗൈസ്, സോറി. ഭയങ്കര വിളിച്ചപ്പോൾ അയ്യോ. അങ്ങനെ നമ്മൾ കയറി ദേ ഇവിടെ കൂടെ കാണാം നമുക്ക് മേളിൽ. കണ്ടോ, നല്ല ഭംഗിയാണ്. ഹായ്, ഇത് നീല കളറിലെ വെള്ളമാണ് നമ്മൾ പറഞ്ഞ പോലെ. നേരത്തെ കണ്ടത് ഗ്രേ കളറായിരുന്നേ. ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നതാണ് ഡാർക്ക് ഗ്രീൻ. ഇപ്പോൾ ബ്ലൂ കണ്ടു, ഗ്രേ കണ്ടു, ഇനി ഗ്രീൻ ആയിരിക്കും. ഗ്രീൻ അല്ല, അങ്ങനെ ഗ്രീൻ അല്ല, ചെറിയ ലൈറ്റായിട്ടുള്ള ഗ്രീൻ. ഡാർക്കും തോന്നാം, ലൈറ്റായിട്ടും തോന്നാം. ഇനി അയ്യോ കുറേ കയറാനുണ്ട്. കയറി നമ്മൾ ആ വിവേകാനന്ദൻ്റെ കാലിൻ്റെ അടിയിൽ വരുമെന്നാണ് പറയുന്നത്. കാലിൻ്റെ അടിയിലോട്ട് നമുക്ക് പോകാം. നമ്മളങ്ങനെ അറ്റ് ലാസ്റ്റ് എത്തി. നമ്മുടെ വിവേകാനന്ദനെ കണ്ടോ, നിങ്ങൾ കണ്ടോ, നോക്കിക്കോ. ഇവിടെ നിന്നാൽ ഒന്നും കാണാൻ പറ്റില്ല, കണ്ടില്ലേ. ഇതെന്താന്ന് പോലും നമുക്ക് മനസ്സിലായില്ല. മേലെ നിന്ന് നോക്കിയാൽ മനസ്സിലാകാം. ഇതുണ്ടോ, അദ്ദേഹത്തിൻ്റെ കാലാണത്. അത്രയ്ക്ക് വലിയ കാലാണ് ഗൈസ്. ഇത് കണ്ടോ, ഒരു നഖത്തിൻ്റെ വലിപ്പം, ഒരു വിരലിൻ്റെ വലിപ്പം നമ്മുടെ കൈയുടെ അത്രയുണ്ട്. അതുകൊണ്ടേ മേളിലേക്ക് നോക്കിയാൽ നല്ല ഭംഗിയാണ് ഗൈസ്. ക്യാമറയിൽ കൂടെ അത്ര ക്ലിയർ ആയിട്ടൊന്നും കാണില്ല. ചേച്ചി അവിടെ ഇരുന്ന് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്ന് വഴക്കം പറഞ്ഞു, ഇറങ്ങാൻ പറഞ്ഞു, സെക്യൂരിറ്റി. ഇത് കണ്ടോ, നല്ല വൈബ് കണ്ട. ഇവിടെ ഒരു ബ്ലൂ ഷെയ്ഡും. പിന്നെ നമ്മൾ നേരെ ട്രാവൽ ചെയ്ത് നമ്മൾ ഒരു ഹൗസിൽ പോയി സ്റ്റേ ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ഇവരുടെ ഡാൻസും കളിക്കുന്നുണ്ട്, കണ്ടില്ലേ. പാട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്, ഇലുമിനാറ്റിയാണ് ഇട്ടേക്കുന്നത്. അങ്ങനെ ഒരു ഡാൻസൊക്കെ കളിച്ച് നമ്മൾ റൂമിൽ പോയി സ്റ്റേ ചെയ്തു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ബീച്ച് കാണാനായി പോന്നു. ബീച്ചിലോട്ട് ഇറങ്ങാനൊന്നും പറ്റത്തില്ല. നമുക്കൊരു ഇങ്ങനെ മതിൽ പോലെ കെട്ടിയിട്ടുണ്ട്. അവിടെ കല്ലാണ്, അങ്ങോട്ട് വെള്ളമൊന്നും പറ്റില്ല. പക്ഷേ ഈ കല്ലുമേൽ തിര അടിച്ച് നല്ലോണം വരും ഗൈസ്. ഞാൻ അവിടെ നിന്ന് നോക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.